CPM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നവോത്ഥാന സെമിനാർ സംഘടിപ്പിച്ചു. ആനത്തലവട്ടം ആനന്ദൻ നഗറിൽ സംഘടിപ്പിച്ച നവോത്ഥാനത്തിന്റെ തുടർച്ച എന്ന സെമിനാർ കേന്ദ്ര കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നവോത്ഥാനത്തിലൂടെ കൈവരിച്ച നേട്ടങ്ങളെ പിന്നിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് രാജ്യത്ത് നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. നവോത്ഥാന മൂല്യങ്ങൾ ഇല്ലാതാക്കാനാണ് രാജ്യം ഭരിക്കുന്നവർ ശ്രമിക്കുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയും ഇതിന്റെ ഭാഗമാണ്. രാജ്യത്ത് നിലനിന്നിരുന്ന ദുഷിപ്പ് മാറിയില്ലെന്ന് കൂടിയാണ് അമിത്ഷായുടെ പ്രസ്താവന തെളിയിക്കുന്നതെന്നും കെ രാധാകൃഷ്ണൻ MP പറഞ്ഞു. കോൺസ്റ്റിറ്റ്യൂഷന്റെ പിതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഡോക്ടർ BR അംബേദ്കറെ അവഹേളിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി. നമ്മുടെ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യാം. രാജ്യസഭയും ലോക്സഭയും വലിയ ചർച്ചയായി. നമ്മുടെ പാർലമെൻറ്റും വലിയ സമരത്തിൻ്റെ വേദിയായി മാറി. ഞാനിത് സൂചിപ്പിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോയത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ്. അത് തിരിച്ചു നടക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. അവിടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കണം. നവോത്ഥാനത്തിൻ്റെ കാര്യങ്ങളെല്ലാം നാം പറയുമ്പോൾ തന്നെ നാം നേടിയ നേട്ടങ്ങളെക്കുറിച്ചും അത് നിലനിർത്താൻ വേണ്ടി നടത്തേണ്ട പോരാട്ടങ്ങളെക്കുറിച്ചും നാം തിരിച്ചറിയണം. പാവപ്പെട്ടവന്റെ ജീവിതം മെച്ചപ്പെടുത്തുകയെന്നതാണ് നവോത്ഥാനത്തിന്റെ ലക്ഷ്യം. അതിലേക്കാണ് കേരളം മുന്നേറുന്നത്. നവോത്ഥാനത്തിലൂടെ കേരളം കൈവരിച്ച നേട്ടങ്ങൾ ചെറുതല്ലെന്നും അതിദാരിദ്ര്യം തുടച്ചു നീക്കാനുള്ള ശ്രമമാണ് കേരള സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.